എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ടീച്ചർ, ഈ ബാലിസുഗ്രീവന്മാരുടെ കഥ എല്ലാവർക്കും അറിയാമായിരിക്കും. പ്രത്യേകിച്ചും ഈ ബാലിസുഗ്രീവന്മാരും രാമനുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ശത്രുത, ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരുടെ ജനനത്തെക്കുറിച്ച് പലർക്കും അറിയാമായിരിക്കില്ല. അതിനെക്കുറിച്ച് ഇന്ന് പറയാവോ? ആയിക്കോട്ടെ. അതായത് അതിന് നമ്മൾ വേറെ ചില കഥകളിലേക്ക് പോകേണ്ടി വരും. അതായത് ശീലാവതി എന്ന് കേട്ടിട്ടുണ്ടോ? അതെ. നമ്മുടെ ഒരു പതിവ്രത എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു പര്യായമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാ ശീലാവതി. ശരിക്കും പറഞ്ഞാൽ നളായണി എന്നാണ് ഒരു വേറൊരു പേരുള്ളത്. ഈ ശീലാവതിയുടെ ഭർത്താവ് ഒരു കുഷ്ഠരോഗി. അദ്ദേഹത്തെ വേശ്യാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്ന അവിടെയാണ് എല്ലാവർക്കും അറിയുന്നത് ശീലാവതിയുടെ ഒരു ഭർത്തൃസ്നേഹത്തെ കുറിച്ച്. ഇദ്ദേഹത്തിന് അങ്ങേയറ്റം ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. അങ്ങനെ ഒരു ദിവസം പ്രസിദ്ധമായ കഥ ഇതാ നമ്മൾ പറഞ്ഞത്. ഭക്ഷണം കഴിക്കുമ്പോൾ വിരൽ ഇങ്ങനെ അടർന്ന് താഴെ വീണു. ആഹാരം പോലും കഴിക്കുന്നു കഴിച്ചു. ഒരു മടിയും കൂടെ. അപ്പോൾ ഇവര് ഒരു ദിവസം അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഇന്ന ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയെ കാണാൻ, ഒരു വേശ്യാഗ്രഹമാണ്, അവിടെ പോകണമെന്ന്. അപ്പോൾ ശരി, കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഇദ്ദേഹം ഉഗ്ര തപസ്സാണ് അദ്ദേഹത്തിന്റെ പേര്, തോളയിലെടുത്ത് കയറ്റി കൊണ്ടുപോകാൻ. നടന്നൊന്നും പോകാൻ വയ്യ. അങ്ങനെ പോകുന്ന വഴിക്ക് സന്ധ്യാസമയം കഴിഞ്ഞു, ഇരുട്ടായി തുടങ്ങി. അപ്പോൾ അണിമണ്ഡവ്യൻ എന്ന് പറയുന്ന ഒരു സന്യാസി, അദ്ദേഹം രാജകൽപ്പന കൊണ്ട് വധശിക്ഷയ്ക്ക് വധിക്കപ്പെട്ട് ശൂലത്തിൽ കിടക്കുകയാണ്, മരിക്കാതെ കിടക്കുക, വേദന എടുത്ത് പൊളഞ്ഞു. അദ്ദേഹത്തിന് ഈ പോക്ക് കണ്ടപ്പോൾ, ഇദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയണ്ടേ, ഈ സമയത്ത് ഇങ്ങനത്തെ പോക്ക് കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി. താൻ ഇങ്ങനെ കിടക്കുന്നു, ഇതുപോലെ വയ്യാത്ത ഒരാൾ ഭാര്യയുടെ പുറത്ത് കയറി പോകുന്നു. അപ്പം അദ്ദേഹം ശപിച്ചു, നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നിന്റെ തല പൊട്ടിത്തെറിച്ച് മരിക്കട്ടെ എന്ന്. ഇത് കേട്ടു ഭാര്യ ശീലാവതി. അപ്പൊ ശീലാവതി മറിച്ച് ശപിച്ചു, അങ്ങനെയാണെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന്. ടീച്ചർ, അപ്പോൾ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ ശൂലത്തിൽ കിടക്കുന്ന അണിമണ്ഡവിന്റെ കഥയൊന്ന് പറയാമോ? അണിമണ്ഡവ്യന് പിന്നെ വന്ന് ആണിയാണ് ശരിക്കും. മണ്ഡവ്യൻ എന്ന് പറയുന്ന ഒരു മഹാബ്രാഹ്മണനായിരുന്നു. വളരെ നന്മയുള്ള തപസ് ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ. അദ്ദേഹം തൻ്റെ ആശ്രമത്തിന് പുറത്ത് ദിവസങ്ങളോളം കൈ ഇങ്ങനെ മേലോട്ട് പൊക്കി പിടിച്ച് ഒരു വൃക്ഷച്ചുവട്ടിൽ ഇങ്ങനെ തപസ് ചെയ്യും. മൗനയാണ്, മൗനവ്രതമാണ്. അപ്പോൾ ആരോട് സംസാരിക്കത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം രാജാവിൻ്റെ വസ്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് കുറച്ച് കള്ളന്മാർ ഓടിപ്പോയി. ഇതിൻ്റെ പിന്നാലെ രാജകിങ്കരന്മാർ ഇവരെ പിന്നാലെ ഓടി വരികയാണ്. ഈ കള്ളന്മാർ ആശ്രമത്തിൻ്റെ സമീപത്ത് വന്നിട്ട് നേരെ ആശ്രമത്തിൽ കയറി തൊണ്ടി മുതൽ വെച്ചിട്ട് അവരങ്ങ് പോയി. കള്ളന്മാർ ആരും പരിശോധിക്കില്ലല്ലോ. അതെ. വന്ന് ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതില്ലേ ഇങ്ങനെ പോയി കണ്ടോ ആരേലും? മിണ്ടത്തില്ലല്ലോ, മിണ്ടിയില്ല. വീണ്ടും വീണ്ടും ചോദിച്ചു, ഇദ്ദേഹം സംസാരിച്ചില്ല. അപ്പം സംശയം തോന്നിയതായിരിക്കാം, ആശ്രമത്തിൽ കയറി പരിശോധിച്ചു. ആ സമയത്ത് സാധനം അവിടെ കിട്ടി. പക്ഷെ ഇത് ഇവരോടുന്ന കണ്ടു. അതൊന്നും രണ്ടും കുറച്ച് പേരുണ്ടായിരുന്നു. വീണ്ടും അവര് ഇതിവിടെ വെച്ചിട്ട് വീണ്ടും ഓടി പിന്നാലെ ചെന്ന് ഈ കള്ളന്മാരെ പിടിച്ചു. എല്ലാരെയും കൂടെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഈ മാണ്ഡവ്യ മുനിയെയും കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ നിന്നാണല്ലോ അല്ല, ഇദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്നുള്ള ധാരണയില് അവിടെ ചെന്ന് രാജാവിനോട് ഇത് പറഞ്ഞു. രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചു. അന്നൊക്കെ അങ്ങനെയാണ്, ഒരു ചെറിയ തെറ്റ് പോലും അനുവദനീയമല്ല. വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇവരെല്ലാം ശൂലത്തിൽ കയറ്റി. ഇവർ പെട്ടെന്ന് ഈ കള്ളന്മാരെല്ലാം മരിച്ചു. പക്ഷെ ഇദ്ദേഹം മരിക്കുന്നില്ല, ഇദ്ദേഹം അവിടെ കിടക്കുകയാണ്. മുനിമാര് പക്ഷികളുടെ വേഷത്തിൽ വന്ന് ഇദ്ദേഹത്തിനെ വന്ന് കണ്ട് ലോഹ്യം ചോദിച്ചു പോന്നു. ശിവൻ വന്ന് ഇദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ച് അപകടം ഇല്ലാതെ ദീർഘായുസ് നേർന്നു പോകുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കാരണം അദ്ദേഹം നിരപരാധിയാണ്. അതെ. അങ്ങനെ രാജാവ് ഇതറിഞ്ഞു. രാജാവ് വന്നു, അദ്ദേഹത്തിനെ കണ്ട് ദിവസങ്ങളോളം കിടക്കുക, ക്ഷമ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ആ ശൂലം വലിച്ചൂരാൻ. ശൂലം ഊരത്തില്ല, അവിടെ ഉറച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, അറുത്ത് മാറ്റി. പക്ഷെ അതിന്റെ ഭാഗം ഇത് ശൂലം ഉള്ളിൽ തന്നെയായിരിക്കും. അന്ന് മുതലാണ് അണിമണ്ഡവ്യൻ എന്ന പേര് വരുന്നത്. എന്നിട്ട് ഇദ്ദേഹം ഈ ശൂലം അകത്ത് വെച്ചിട്ട് ആണിയം വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, തനിക്ക് എന്തുകൊണ്ട് ഈ ശിക്ഷ വന്നു? ഒരു തെറ്റുപോലും ഈ ജന്മത്തിൽ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇത് യമദേവനോട് തന്നെ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ ചെറുതിലെ ബാല്യത്തിൽ
ഈച്ചകളെന്നും പക്ഷികളെന്നും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈച്ചകളെയാ. ഈ പുൽക്കൊടിയിൽ ഇങ്ങനെ കോർത്ത് രസിക്കുമായിരുന്നു. അപ്പൊ ചോദിച്ചു, അത് ബാല്യത്തിൽ 12 വയസ്സിന് മുമ്പിൽ ചെയ്യുന്ന ശിക്ഷകള് ശിക്ഷിക്കപ്പെടാൻ അർഹതയില്ല, ശിക്ഷയല്ല അത്. അല്ല, അങ്ങനെയുള്ള ആ തെറ്റായ ഒരു ശിക്ഷയാണ് നടപ്പാക്കിയത്. അതുകൊണ്ട് കാരണം വിവേകം ഉദിക്കാത്ത പ്രായമാണല്ലോ അത്. അതുകൊണ്ട് അങ്ങ് ഇതിന് ശിക്ഷ അനുഭവിച്ചേ തീരൂ. തന്നെയല്ല, ഒരു ബ്രാഹ്മണനെയാണ്, അന്നൊക്കെ അങ്ങനെ പറയുമല്ലോ, ബ്രാഹ്മണന് മേധാവി. അതുകൊണ്ട് അങ്ങ് ശൂദ്രയോനിയിൽ മനുഷ്യനായി അവതരിക്കട്ടെ, പറക്കട്ടെ എന്ന് ശപിച്ചു. അതാരാണെന്ന് അറിയാമായിരിക്കുമല്ലോ. വിതുരരല്ലേ? അത് തന്നെ, ആ വിതുരര്. എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നില്ല, രാവിലെയായി, ഭയങ്കര അന്ധകാരം, നേരം വെളുക്കുന്നില്ല, ആകെ ആധിയായി. എല്ലാവർക്കും കാര്യങ്ങള് ഇങ്ങനെ അന്വേഷിച്ച് തിരക്കിയപ്പം സംഭവം ഇതാണെന്ന് അറിഞ്ഞു. ആ സമയത്ത് അരുണനുണ്ടല്ലോ, സൂര്യതേരാളി, രാവിലെ ചെന്ന് ജോലിക്ക് ഹാജരായി. പക്ഷെ സൂര്യൻ അനക്കമില്ല. അത് അവിടെ എല്ലാം കുറെ നേരം ചുറ്റിപ്പറ്റി നിന്നു. പക്ഷെ ഈ അരുണനൊരു സ്വഭാവമുണ്ട്, വെറുതെ നിൽക്കത്തില്ല. അപ്പൊ ചുമ്മാതിരിക്കാൻ വയ്യ, നേരെ അങ്ങ് ദേവലോകത്തേക്ക് പോയി. അവിടെ നൃത്തം നടക്കുകയാണ്. കുറച്ച് നൃത്തം കണ്ടുകളയാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? സ്ത്രീ വേഷം കിട്ടി. എന്നിട്ട് അവിടെ പോയിരുന്ന നൃത്തം കാണുകയാണ്. മനോഹരമായ നൃത്തമാണല്ലോ. അത് കണ്ട് രസിച്ചിരിക്കുമ്പോൾ ദേവേന്ദ്രൻ ഇങ്ങനെ നോക്കുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുതിയ ആളിനെ കാണുന്നു, അതിസുന്ദരിയായ ഒരു സ്ത്രീ. അദ്ദേഹം രഹസ്യമായിട്ട് ആളിനെ അങ്ങ് അകത്തേക്ക് വിളിപ്പിച്ചു, രഹസ്യമായിട്ട് രമിച്ചു. ആ ബന്ധത്തിലുണ്ടായതാണ് ബാലി. അത് കഴിഞ്ഞു. അപ്പം സൂര്യൻ ഉദിച്ചിട്ടില്ല, ആകെ ബഹളമായി. ഭൂമിയിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. ദേവന്മാരെല്ലാം ചെന്ന് പറഞ്ഞു, ഒരു നിവൃത്തിയില്ല, എന്താ ചെയ്യുക? ഇത് അത്രി മഹർഷിയുടെ അടുത്ത് ദേവന്മാർ ചെന്നു. എന്നിട്ട് അനസൂയെ കൊണ്ട് ഈ ശീലാവതിയെ ഒന്ന് സ്വാധീനിച്ച് ശാപം മാറ്റിയെടുക്കാൻ. ശാപം മാറ്റിയാലത്തെ ഒരു ദോഷമുണ്ടല്ലോ, കഥ എന്താ? സൂര്യൻ ഉദിക്കും. സൂര്യൻ ഉദിച്ചാൽ ഭർത്താവ് ഉഗ്രതപസ് മരിക്കും. അതുകൊണ്ടാണ് ശീലാവതി അതിന് വശപ്പെടാതിരുന്നത്. പക്ഷെ അനസൂയ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ചെയ്യാതിരിക്കും ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ശാപം പിൻവലിച്ചു. ഉഗ്ര തപസ്, ഇനിയിപ്പം മരിക്കുന്ന ആണല്ലോ നല്ലതും. അദ്ദേഹം മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇദ്ദേഹം ഒരു ചമലോടെ അരുണൻ തിരിച്ചു വന്നു. എവിടായിരുന്നു ചോദിച്ചു, താമസിച്ചില്ലേ? അപ്പൊ പറയാതിരിക്കാനൊക്കത്തില്ലല്ലോ. അത് പറഞ്ഞു. സംഭവം നടന്ന പോലെ തന്നെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നെ കൂടെ കാണിക്കാമോ ആ ഒരു സ്ത്രീ വേഷം? ഉടനെ തന്നെ അരുണിയായി ആ സ്ത്രീ വേഷം കാണിച്ചു കൊടുത്തു. സൂര്യൻ ഇദ്ദേഹവുമായിട്ട് രമിച്ചു. അന്നേരമാണ് സുഗ്രീവൻ ഉണ്ടാകുന്നത്. ഇത് കമ്പരാമായണത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും പറഞ്ഞ കഥകളാണ്. പിന്നെ ഇവരെ എന്താ ചെയ്യുക? രണ്ടുപേരും കൈയൊഴിഞ്ഞു. അത് കഴിയുമ്പോൾ അരുണന് കൊണ്ടടക്കാൻ പറ്റത്തില്ല, സൂര്യനും ദേവേന്ദ്രന് പറ്റും. അപ്പൊ എന്ത് ചെയ്തു? അഹല്യയെ ഏൽപ്പിച്ചു. അഹല്യയുടെ ആശ്രമത്തിൽ ഇങ്ങനെ വളരുകയാണ്. ആ സമയത്ത് ഋക്ഷരജസ് എന്ന് പറഞ്ഞ ഒരു വാനര രാജാവുണ്ട്. അദ്ദേഹം മക്കളില്ല, അദ്ദേഹത്തിന് മക്കളില്ല, വയസ്സായി. ഇനിയിപ്പം രാജ്യം ഏൽപ്പിക്കണം, കിഷ്കിന്ധയെ ഏൽപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ദേവേന്ദ്രൻ്റെ അടുത്ത് തന്നെ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഞാൻ എന്താ ചെയ്യണ്ടേ? ദേവേന്ദ്രന് പെട്ടെന്ന് ഇങ്ങനെ 2 പേരുണ്ടല്ലോ, എൻ്റെ മകൻ ഉണ്ട് അവിടെ ബാലി, അതുകൊണ്ട് അഹല്യയുടെ അടുത്ത് ഇതുപോലെ 2 കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്, അവരെ കൊണ്ടുപോകാൻ പറഞ്ഞു. കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു. അവരെ കൂട്ടിക്കൊണ്ടുവന്ന് രാജാവ് ഈ ഏറ്റവും പ്രധാന സ്ഥാനത്ത് ബാലിയെയും അതിന് താഴെ സുഗ്രീവനെയും വെച്ചു. എന്നിട്ട് ഈ ഋക്ഷരജസ് മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ബാലി ഋക്ഷരജസിന്റെ സ്ഥാനത്തും ബാലിയുടെ സ്ഥാനത്ത് സുഗ്രീവനുമായി. അങ്ങനെ ഇവര് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മയന്റെ സംഭവം. അതൊക്കെ വളരെ പ്രസിദ്ധങ്ങളായ കഥയാണ്. ഗുഹയ്ക്കകത്ത് കയറുന്നതും. നമുക്ക് വാൽമീകി രാമായണം വായിച്ചാൽ തോന്നുന്നത് സുഗ്രീവൻ പറഞ്ഞതില്, കാരണം സുഗ്രീവൻ പറഞ്ഞാണ് ഈ കഥകളൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ ഇത് ശരിക്കും സുഗ്രീവൻ അടച്ചിട്ട് പോകുന്നതാണോ അതോ അല്ലാതെ പറ്റിയതാണോ? കാരണം തന്നേക്കാൾ ശക്തനാണല്ലോ ബാലി. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടൊരു അസൂയ ഉടലെടുത്തിട്ടുണ്ടാവും. അതെ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് വാൽമീകി രാമായണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഇവർ തമ്മിൽ വിദ്വേഷം ഉണ്ടാകുന്നതും. ഈ സുഗ്രീവൻ ബാലികാറാമലയിൽ താമസിക്കുന്നത് നിരാശനായിട്ട്. ബാലി നന്നായിട്ട് രാജ്യം ഭരിക്കുന്നു. അപ്പം സീതാന്വേഷണത്തിന് വരുന്ന വാനരന്മാരെ കണ്ടുമുട്ടുന്നു. ഹനുമാൻ അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു, സഖ്യം ചെയ്യുന്നു.
പിന്നെ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് നമ്മൾ കാണുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന അതുപോലെ കഥയാണ്. ഇങ്ങനെ ഒരു കഥയുണ്ട്. അച്ഛൻ ബാലിക്ക് കൊടുത്ത ഒരു മാല എപ്പോഴും കഴുത്തിൽ അണിഞ്ഞിരിക്കും, അതിൽ അദ്ദേഹത്തിന് ഒരു ബലമാണെന്നുള്ളത് അല്ലേ? ഉണ്ട്. അത് മരിച്ചു കഴിഞ്ഞാൽ അത് ഇട്ടോണ്ടാ മരിക്കുന്നെങ്കിൽ ഇതിന്റെ ശ്രീ നഷ്ടപ്പെടും. അതിന്റെ ഒരു രസം എന്താന്ന് വെച്ചാൽ താഴെ വീണ് കിടക്കുന്ന ബാലിയെ കാണാൻ സുഗ്രീവൻ വരും. അപ്പൊ സുഗ്രീവനാണ് ഈ മാല ഇവര് കൊടുക്കുന്നത്. അത് മരിക്കുന്നതിന് മുമ്പ്, മരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ശ്രീ നഷ്ടപ്പെടും. അതൊരു വെറും മാലയാ. അത് ഇത് അങ്ങനെ ജീവൻ പോകുന്നതിന് മുൻപ് തന്നെ ബാലി അംഗദനല്ല കൊടുക്കുന്നത്, സുഗ്രീവനാണ് കൊടുക്കുന്നത്. തന്നെയല്ല, അത് വലിയ ഗംഭീരമായ ഒരു ഉപദേശം അവിടെ കൊടുക്കുന്നുണ്ട് ഈ സുഗ്രീവനോട്, മകനോട്. മകന്റെ കാര്യമൊക്കെ പറഞ്ഞ തേകിത്താണ് കുളം പോലെ കിടക്കുന്ന എൻ്റെ അംഗദൻ, അവനെ നോക്കണം, എൻ്റെ താരയെ സംരക്ഷിക്കണം, ഇങ്ങനെ ഓരോ താര പറയുന്ന കേൾക്കണം, അവളുടെ ആ സാമർത്ഥ്യത്തെക്കുറിച്ച് പറയുന്ന. അങ്ങനെ ഈ ബാലി ഒരു അതുല്യ കഥാപാത്രം. ശരിക്കും ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ബാലിയുടെ ഒരു ആരാധനയാണ്. തീർച്ചയായിട്ടും. ഞാൻ എല്ലാവരും സമ്മതിക്കത്തില്ല, രണ്ടു പക്ഷത്തിലുള്ളവരും ഉണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, കാരണം താര ഇങ്ങനെ പോകരുത്, താരയുടെ ഉപദേശം അംഗദനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുക, അതാ വേണ്ടത്. നമ്മൾ അവന്റെ ശത്രുവല്ല, അവനെ നമ്മുടെ കൂടെ നിർത്ത് എന്ന് പറയുന്ന ഒരു നല്ല ഭാര്യ ബാലിക്കുണ്ട്. ആ സമയത്തൊക്കെ എന്ത് സ്നേഹത്തോടാണ്, ചേർത്ത് പിടിച്ചാണ് ബാലി ഈ താരയെ ഉപദേശിക്കുന്നത്. ഇങ്ങനെ പറയുന്നു, ഒരാൾ വെല്ലുവിളിച്ചാൽ പോകാതിരിക്കുന്ന അണത്തമാണോ? എന്നിട്ട് പറയും, ഞാൻ അവനെ നോവിച്ചുവിടത്തേ ഉള്ളൂ, കൊല്ലത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൊല്ലാനല്ല പോകുന്നത്. പക്ഷേ സുഗ്രീവൻ എന്താ ചെയ്യുന്നത്? ഒളിയം പെയ്തുകൊണ്ട് അങ്ങനെ കൊല്ലിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കൊല്ലുന്നതിൽ രാമൻ ഒരു ന്യായീകരണവും പറയുന്നുണ്ടല്ലോ. അതായത് അനുജന്റെ ഭാര്യയെ കൈവശപ്പെടുത്തിയത് കൊണ്ടാണ്, അതൊരു പാപം ചെയ്തതാണ്, ആ പാപത്തിന്റെ ഒരു പരിണത ഫലമാണ് ഈ മരണം എന്ന് പറയുന്നത്. അതെ, പക്ഷേ നമുക്ക് അതിനെതിരായിട്ട് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ വാനരന്മാര്, ഇപ്പൊ രാജാവല്ലേ, മൃഗങ്ങളെ കൊല്ലാം, ഇത് വാനരനല്ലേ, അതുകൊണ്ട് നായാടി മൃഗങ്ങളെ കൊല്ലുന്ന അങ്ങനെ ഒരു ന്യായം പറയുന്നുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാം. പിന്നെ വേറൊന്ന്, എതിർക്കുന്ന ആളിന്റെ ഇരട്ടി ശക്തി കൂടെ കിട്ടും എന്ന് പറയാം. ഇനി ഇതൊന്നുമല്ല, സത്യത്തിൽ നമുക്കൊരു തോന്നൽ വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഇദ്ദേഹം യാതൊരു തരത്തിലുള്ള വിരോധവും വ്യക്തിവിരോധങ്ങളും ബാല്യമായിട്ടില്ല രാമന്. അങ്ങനെയുള്ള ഒരാളെ എന്ത് പറഞ്ഞിട്ടാണ് ചെന്ന് യുദ്ധം ചെയ്യുന്നത്? പിന്നൊന്ന്, ആദ്യം ഒന്ന് പോയിട്ട് തോറ്റു മടങ്ങി വന്നു, രണ്ടാമത് വീണ്ടും ചെല്ലുകയാണ്, വെല്ലുവിളിക്കുകയാണ്. ആ സമയത്ത് ഇവനൊരു പിൻബലമുണ്ട്. ഒത്തുതീർപ്പിന് വന്നാല് അവിടെ ഒരു യുദ്ധമില്ലാതെ കാര്യങ്ങൾ നടത്താം എന്നൊരു ചിന്തയാവാം, അങ്ങനെയാവാം. പക്ഷെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഇതെല്ലാം ഒരു വിധിയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കേണ്ടത്, അല്ലേ? അതുകൊണ്ട് നടന്നു എന്നുള്ളതാണ്. അതെ, അങ്ങനെ നമുക്ക് പറഞ്ഞ് സമാധാനിക്കാം. ഇപ്പൊ ടീച്ചർ പറഞ്ഞ ബാലിസുഗ്രീവന്മാരുടെ ഈ കഥ ശരിക്കും ഒരു പുതുമയുള്ള കഥയാണ്. പലരും അത് കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്? എന്തായാലും നേരത്തെ നമ്മൾ പലവട്ടം സൂചിപ്പിച്ചതുപോലെ ഓരോ കഥയിലൂടെയും ഓരോ കഥാപാത്രങ്ങളിലൂടെയും രാമായണം നമുക്ക് വലിയ വലിയ പാഠങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്, ഇതൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നാളെ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ അകമ്പുറം ചാനൽ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.